ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. ഈ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു വാക്കാണല്ലോ റീൽസ്. റീൽസ് ചെയ്യുക, വെറുതെ കണ്ടുകൊണ്ടിരിക്കുക, ഇതൊക്കെ ഇന്നത്തെ കാലത്തെ ഒരു ട്രെൻഡായി മാറിക്കഴിഞ്ഞു. പലപ്പോഴും റീൽസും റിയലും തമ്മിൽ വലിയ ബന്ധമില്ല എന്നതും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഈ റീൽസും റിയലും തമ്മിലുള്ളതുപോലുള്ള ഒരു അന്തരം നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. നോമ്പുകാലം, ആരാധനാക്രമ മത്സരത്തിലെ 4ാമത്തെ കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ നാളുകളിൽ നോമ്പുകാല സന്ദേശങ്ങൾ ധാരാളം നാം കേൾക്കും. ഇപ്പോൾ ഇവിടെ നാം ആരംഭിക്കാൻ പോകുന്നത് ഒരു യാത്രയാണ്, ഒരു തീർത്ഥാടനം, എ ലണ്ടൻ പിൽഗ്രിമേജ്. ഈ നോമ്പുകാലത്ത് നമ്മെ തന്നെ ആത്മീയമായി ഒരുക്കുവാനുള്ള ഒരു അവസരമാണ് ഈ ആദ്യത്തെ ഒരാഴ്ചക്കാലം. നമുക്കറിയാം, കുരിശിനെ ലക്ഷ്യമാക്കിയുള്ള, കുരിശിൽ വിജയം വരിച്ച തന്റെ പരസ്യ ജീവിത യാത്ര ഈശോ ആരംഭിച്ചത് 40 ദിവസത്തെ ഉപവാസത്തിലൂടെയാണ്. നാം വിഭൂതി തിരുനാളോടുകൂടെ നമ്മുടെ ഈ നോമ്പുകാല യാത്ര ആരംഭിക്കുമ്പോൾ നമുക്കറിയാം, ബാഹ്യമായി നാം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നെറ്റിയിൽ കുരിശടയാളത്തിൽ ചാരം പൂശിയും അനുതാപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും ധാരാളം സന്ദേശങ്ങൾ സ്വീകരിച്ചും പല വസ്തുക്കളിന്മേലും വർജനവും നിയന്ത്രണവും ഒക്കെ ഏർപ്പെടുത്തിയും ഈ വരുന്ന 7 ആഴ്ചക്കാലം നാം മുൻപോട്ട് പോകുന്നു. ഇപ്പോൾ ഈ യാത്രയുടെ ആദ്യത്തെ നാളുകൾ, ഈ ആദ്യത്തെ ഒരാഴ്ച ആത്മീയമായി ഈ യാത്രയ്ക്കായി നാം ഒരുങ്ങാൻ പോവുകയാണ്. നമുക്കറിയാം, ഏതൊരു യാത്രയ്ക്കും തയ്യാറെടുപ്പുകൾ ആവശ്യമാണല്ലോ. പലതരത്തിൽ നാം നമ്മെ തന്നെ ഒരുക്കും. അത്തരത്തിൽ കുരിശിനെ ലക്ഷ്യമാക്കിയുള്ള, ക്രൂശിതനിലേക്കുള്ള നമ്മുടെ ഈ യാത്രയുടെ ഒരുക്കത്തിന്റെ ദിനങ്ങളാണ്, ശക്തി ആർജിക്കേണ്ട ദിനങ്ങളാണ് ഈ വരുന്ന ഒരാഴ്ചക്കാലം. റീൽസ് ഉപവാസമല്ല, ഒരു റിയൽ ഉപവാസം നമുക്ക് ആരംഭിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ ഒരു റിയൽ ഉപവാസം, യഥാർത്ഥ ഉപവാസം എന്താണ് എന്ന് നമുക്ക് കാണാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അതെ, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം. ഇത്തരത്തിലുള്ള ഒരു റിയൽ ഉപവാസത്തിലൂടെ നമ്മെ തന്നെ ശക്തിപ്പെടുത്തി വിശുദ്ധീകരിച്ച് ഈ യാത്രയ്ക്കായി ഒരുങ്ങുകയാണ് ഈ ആഴ്ചത്തെ നമ്മുടെ ലക്ഷ്യം. പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാനാകുമെന്ന് നമുക്ക് കാണാം. നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. നല്ലൊരു ആത്മശോധനയിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തെറ്റായ ബന്ധനങ്ങളെയും നാം കണ്ടെത്തണം. മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധം അത് വിശുദ്ധമാക്കണം. തെറ്റായ ബന്ധങ്ങൾ തല്ലിപ്പൊട്ടിക്കുവാനും നല്ല ബന്ധങ്ങൾ, വിശുദ്ധമായ ബന്ധങ്ങൾ കാത്തു സംരക്ഷിക്കുവാനും നമുക്ക് ശ്രമിക്കാം. ക്ഷമ ചോദിക്കുവാനും ക്ഷമ നൽകുവാനും അഭിനന്ദിക്കുവാനും നന്ദി പറയുവാനും ഒക്കെ നമുക്ക് ശ്രദ്ധയുള്ളവരാകാം. ഒപ്പം തന്നെ കാരുണ്യ പ്രവൃത്തികളിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരാകാം. മറ്റുള്ളവരെ സഹായിക്കുന്നതിലും നല്ല വാക്കുകളിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിലും നമുക്ക് ശ്രദ്ധയുള്ളവരാകാം. ഇത്തരത്തിൽ നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ മറ്റുള്ളവരുമായി, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ തന്നെ പങ്കുവെക്കുകയും മറ്റുള്ളവരെ ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി നമ്മുടെ സമൂഹത്തെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും വിശുദ്ധീകരിച്ച് ഈ യാത്രയ്ക്കായി തയ്യാറുള്ളവരായി നമുക്ക് ഈ നാളുകളിൽ മാറാം. എല്ലാവർക്കും കൃപ നിറഞ്ഞ ഒരു നോമ്പുകാലം, കരുത്താർജിക്കാനായുള്ള ഈ ഒരാഴ്ചക്കാലം ആശംസിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ഏറ്റവും വിശുദ്ധിയോടുകൂടെ ഈ നോമ്പുകാല യാത്രയ്ക്കായി, ലണ്ടൻ പിൽഗ്രിമേജിനായി ഒരുങ്ങുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. മറ്റുള്ളവരെയും ഈ യാത്രയ്ക്കായി നമ്മോട് ചേർത്ത് നിർത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ.